എല്ലാവർക്കും ഷാഹീസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പുതിയ റെസിപ്പിയുമായാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. നമുക്ക് എങ്ങനെ അമൃതപ്പൊടി കൊണ്ട് മടക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ കാണുന്ന ബെൽ ബട്ടനും കൂടി ഒന്ന് അമർത്തിയേക്കണേ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇവിടെ ഞാൻ കുഞ്ഞുങ്ങൾക്ക് അംഗൻവാടികളിൽ കിട്ടുന്ന അമൃതപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇനിയൊന്ന് പൊടിച്ചെടുക്കാം. അതിനു വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 1 കപ്പോളം അമൃതപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിനെ വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്ക് ഇനി 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പോളം മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലിനി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സൺഫ്ലവർ ഓയിലിൻ്റെ പകരം നമുക്ക് ഇതിലേക്ക് നെയ്യും ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കാം. നല്ലതുപോലെ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനി 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പോളം വെള്ളമൊഴിച്ച് നമുക്കിത് ഉരുക്കിച്ചെടുക്കാം. പഞ്ചസാര ഇവിടെ നല്ലവണ്ണം അലിഞ്ഞ് ഇത് തിളച്ചിട്ടുണ്ട്. ഇത് ഇനി 1 സ്ട്രിങ് പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ 1 സ്ട്രിങ് പരുവായിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. കുഴച്ച് വെച്ചിട്ടുള്ള മാവ് നമുക്ക് നല്ലവണ്ണം പരത്തിയെടുക്കാം. ഞാനിവിടെ നല്ലവണ്ണം കനം കുറച്ച് പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്തത് ഇനി നമുക്ക് ഒതുക്കി കൊടുക്കാം. എന്നിട്ടൊരു കത്തി കൊണ്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. എല്ലാം ഇവിടെ ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ചപ്പാത്തി കോയിൽ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് ചെയ്തെടുക്കാം. ഇതിനി ഓരോന്നായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം.
അതിനു വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. ഇത് ഓരോന്നും നല്ലതുപോലെ നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം. നല്ലതുപോലെ ഇപ്പോൾ ഇവിടെ പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് ഇനി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് പൊരിച്ചെടുക്കാം. അമൃതപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മടക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടെ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്സും എന്നെ അറിയിക്കണം. താങ്ക് യു.